ഇതിലും നല്ലതൊരു ബാക്കൗട്ട് തന്നെ ആയിരുന്നില്ലേ? കാരണം ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇന്റൻസിറ്റി ഉണ്ട്. അപ്പൊ അതിന് മുന്നേ നടന്ന ഒരു ഏഷ്യ കപ്പോ ബിലാറ്ററൽ സീരീസ് എടുത്ത് നോക്കിയാലൊന്നും പാകിസ്ഥാൻ ചിലപ്പോൾ ഇന്ത്യക്കെതിരെ അത്രയും ഡോമിനേറ്റ് ചെയ്യില്ല. പക്ഷേ ഒരു വേൾഡ് കപ്പ് മാച്ചിലോട്ട് വരുമ്പോൾ ആ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു ആർച്ച് റൈവൽസിന്റെ ആ ഒരു ഗുണങ്ങളെല്ലാം പാകിസ്ഥാൻ കാണിക്കാറുണ്ട്. കാര്യം പാകിസ്ഥാൻ ജയിക്കാറില്ല, ഒറ്റ തവണ മാത്രമാണ് പാകിസ്ഥാൻ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഇന്ത്യയോട് ജയിച്ചിട്ടുള്ളൂ എങ്കിൽ കൂടി ആ ഒരു ഇന്റൻസിറ്റി എപ്പോഴും ഭയങ്കര ബിഗ് ആയിരിക്കും. പക്ഷെ ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ ഭയങ്കര എളുപ്പത്തിൽ അടിയറവ് പറയുന്നതാണ് നമ്മൾ കണ്ടത്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ദ സ്ട്രെങ്ത് ഓഫ് ദറ്റ് സ്ക്വാഡ്. പാകിസ്ഥാൻ എന്തുകൊണ്ടോ നെമീബിയക്കും USA അതുപോലെ തന്നെ നെതർലാൻഡ്സിനും ഒപ്പം ആ ഒരു പൂളിൽ എത്തിയത് കൊണ്ട് രക്ഷപ്പെടാം എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാനി ടീമിന്റെ ആ ഒരു വൈബ് ഒന്നും പാകിസ്ഥാൻ കാണിച്ചില്ല. ഇതിനു മുന്നേ നടന്നത് 2024 T20 വേൾഡ് കപ്പ് ആയിരുന്നു. അത് ഗ്രൂപ്പ് സ്റ്റേജ് ആയിരുന്നു. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ലോ സ്കോറിംഗ് അഫെയർ ആയിരുന്നു. അത്രയും ഇന്റൻസിറ്റി ഉള്ള ഒരു മാച്ച്. അവിടെ ഫക്കർ സമാൻ ഇന്ത്യ ഇട്ട് കറക്കുന്നത് നമ്മൾ കണ്ടാണ്. പക്ഷെ ആ ഒരു ഫക്കർ സമാൻ ഇന്നലെ ഡെഗ് ഔട്ടിലിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ എന്ന് കളിച്ചാലും ഫക്കർ സമാൻ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി കാണിക്കാറുണ്ട്. 2017 ചാമ്പ്യൻസ് ട്രോഫി ഒരു ഉദാഹരണമാണ്. 2024 T20 വേൾഡ് കപ്പ് ഒരു ഉദാഹരണമാണ്. 2022 T20 വേൾഡ് കപ്പ് ഒക്കെ ഒരു ഉദാഹരണമാണ്. ഫക്കർ സമാനെ ഔട്ടാക്കാൻ കഷ്ടപ്പെടുന്ന ഇന്ത്യൻ ബൗളേഴ്സിനെ നമ്മൾ കാണാറുണ്ട്. ബട്ട് ഇൻ ദി എൻഡ് പണ്ട് ഷാഹിദ് അഫ്രീദിനെയൊക്കെ നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ ഫക്കർ സമാനെ നമ്മൾ കൊടുക്കും, നമ്മൾ വിജയം കൈവരിക്കാറുണ്ട്. ബബർ റിസ്വാൻ 2021 തന്ന ആ ഒരു ഇമ്പാക്റ്റിന് ശേഷം പിന്നെ ഒരു ഇമ്പാക്ട് അവരിൽ നിന്നും, അതായത് പാകിസ്ഥാനിൽ നിന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ആകെ ഒരു തവണയാണ് പാകിസ്ഥാൻ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഇന്ത്യക്കെതിരെ വിജയിച്ചിട്ടുള്ളത്. 2021 ദുബായിൽ വെച്ച് നടന്ന ടൂർണമെന്റിലായിരുന്നു. എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയായിരുന്നു. വൺ സൈഡഡ് അഫെയർ ആയിരുന്നു. പാകിസ്ഥാന് മേൽ ഇന്ത്യ എളുപ്പത്തിൽ ആധിപത്യം നേടിയത് നമ്മൾ കണ്ടു. രാജ്യത്തിന് വിജയം, സന്തോഷം. ആർച്ച് റൈവൽസ് വൺസ് അഗെയിൻ അവരുടെ ഗ്രേഡ് കുറച്ചധികം താഴേക്ക് പോകുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ.